ഹലോ, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിസ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു റെഡ് കളറുള്ള ചെമ്പരത്തി ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി കൊണ്ട് നമുക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട്. മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനായാലും വളരെയധികം ഗുണമുള്ളൊരു സാധനമാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചെമ്പരത്തി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഇതേപോലെ ചെമ്പരത്തി പൂവൊന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മാർക്കറ്റിലും അതേപോലെ ഓൺലൈനൊക്കെ ആയിട്ട് ചെമ്പരത്തിയുടെ പൊടി വാങ്ങിക്കാനേ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇനി അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു ബൗൾ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് എത്രയാണോ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള അത്രയ്ക്കും അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ കടലമാവോ അതല്ല നിങ്ങളുടെ ഫേസിന് ഏത് പൊടിയാണോ യോജിച്ചത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ചെമ്പരത്തിയുടെ ഈ ഒരു ജ്യൂസ് നമുക്ക് കൂടുതലായാലും കുഴപ്പമില്ല, കാരണം അരിപ്പൊടി ഇരിക്കും തോറും ഒന്ന് കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓറഞ്ച് ആണ് കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ളത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് 1-2 അല്ലി മാത്രം എടുക്കാം കേട്ടോ. ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം നാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ജ്യൂസ് ഈ ഒരു പാക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഓറഞ്ചിൻ്റെ നീര് നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, സൺ ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ നീര് സഹായിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇത് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ ഈ ഒരു പാക്കിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു റെഡിഷ് കളറിലേക്ക് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലൊക്കെ തേച്ച് കൊടുക്കുക. ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്ത് തേക്കുന്ന പോലെ തന്നെ നമ്മുടെ നെക്കിലും ചെവിയിലും തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം അതേപോലെ തന്നെ നെക്കൊക്കെ രണ്ട് കളറിലായിട്ടവിടെ ഇരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്പരത്തി നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഇനി നമ്മുടെ ഏജിങ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് തടയാൻ വേണ്ടിയിട്ട്, ഇനി ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈ സ്കിന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. അതുമാത്രമല്ല ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനും, അതേപോലെ തന്നെ മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണ് നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫൈൻ ലൈൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. ഇനി അരിപ്പൊടിയാണെങ്കിലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു അരിപ്പൊടി. അപ്പോൾ ഈ മൂന്നും കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കും. പാക്കൊക്കെ അതേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നത്.
കഴുകി കളയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നന്നായിട്ട് തന്നെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ കടലമാവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഒന്നിനും പറ്റില്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.